മൊബൈൽ ഫോൺ ഉപകരണമാണോ അവയവമാണോ? വീട്ടിൽ മൊബൈൽ ഫോൺ ശരീരത്തോടൊന്നും ചേർത്ത് പിടിക്കാതെ നിങ്ങൾക്ക് എവിടെ ഇപ്പോൾ 2 മിനിറ്റ് അപ്പുറം വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വെറുതെ നിങ്ങൾ ഒന്ന് വെച്ചോ, ഇവിടെ വെച്ചിട്ട് 2 മിനിറ്റ് അപ്പുറം വെച്ച് ഇങ്ങനെ വെറുതെ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കുക. ഇതിൽ പി പി കുക്കു കുറുകുറു എന്ന് പറയുമ്പോൾ അനങ്ങാതെ പ്രകൃതിയിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാന്തില്ല. ഇല്ല എങ്കിൽ ഇതൊരു അവയവമാണ്. അവയവം പുറത്തു വെക്കാൻ പറ്റൂല, ഹൃദയമൊന്നും ഇവിടെ പുറത്ത് വെച്ചിട്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലല്ലോ. അതേപോലെ മൊബൈൽ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു അവയവമാണ്. ഉപകരണം എന്ന് പറഞ്ഞാൽ നല്ല രസം. വീട്ടിൽ എന്തെല്ലാം ഉപകരണം ഉണ്ട്? മിക്സി ഉണ്ടല്ലോ, നല്ല ഉപകരണമാണല്ലോ. നിങ്ങൾ കിറ് അല്ലേ? ഫ്രിഡ്ജ് നല്ല ഉപകരണമാണ്. വീട്ടിൽ ടി വി ഉണ്ട്, നല്ല ഉപകരണമാണ്, അറിവൊക്കെ തരുന്ന ഉപകരണമാണ്. എന്ന് വിചാരിച്ചിട്ട് അത് കീശയിലിട്ട് നടക്കുന്നില്ലല്ലോ. നിങ്ങൾ മിക്സി എടുത്തിട്ടാണോ ഇവിടെ വന്നത്? മിക്സി നല്ല ഉപകരണമാണ്, അതുകൊണ്ട് ഞാൻ എവിടെയും കൊണ്ടുപോകും പറഞ്ഞിട്ടുണ്ടോ? ടി വി പുറത്ത് വെച്ചിട്ടാണോ നിങ്ങൾ നടക്കുന്നത്? അല്ല. അതേപോലെ മൊബൈൽ ഫോൺ ഒരു ഉപകരണമാണ് എങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ കൊണ്ട് നടക്കാൻ പറ്റൂല. പക്ഷെ വീട്ടിലെത്തിയാലെങ്കിലും ഇതൊരു ഉപകരണം പോലെ എവിടെയെങ്കിലും വെച്ചേക്കണം. പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ മക്കളോട് തോണ്ടിയിട്ട് ഡോണ്ടോ നീ തൊണ്ടരുത്, നീ പഠിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടി പഠിക്കുവോ? ഇല്ല. അപ്പോൾ നിങ്ങളാണ് അതുകൊണ്ട് എൻ്റെ വാദം ഇത് തന്നെയാണ്. ആരല്ല നന്നാവേണ്ടത്? കുട്ടികളല്ല നന്നാവേണ്ടത്. ആരാണ് നന്നാവേണ്ടത്? നിങ്ങളാണ് ഞാനാണ് നന്നാവേണ്ടത്. എൻ്റെ മക്കളെ ഇടയിൽ ഞാനാണ് നന്നാവേണ്ടത്. അതുകൊണ്ട് ഇന്നോട്ട് നന്നാവാൻ ശ്രമിക്കാം.